ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മട്ടൻ കറിയാണ്. നല്ല തിക്ക് ഗ്രേവി, നല്ല അടിപൊളി കളറ്, അതുപോലെ നല്ല വെന്ത മട്ടനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. അവസാനം വരെ വീഡിയോ കാണുക. വെൽക്കം ടു ഇന്നസ് റെസിപ്പി. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നെയിമിന് തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തൂ. അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അമർത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മട്ടൻ കറിയിൽ ഏറ്റവും പ്രധാനം നല്ല ഫ്രഷ് ആയിട്ടുള്ള മട്ടൺ വേണം എന്നാണ്. ഞാൻ ഓൾ ആയിട്ടുള്ള മട്ടനാണ് എടുത്തിരിക്കുന്നത്. ദശയുടെ പീസുണ്ട്, എല്ലിൻ്റെ പീസുണ്ട്, അതുപോലെ കരളിൻ്റെ പീസും ഉണ്ട് കേട്ടോ. ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾ കട്ട് ചെയ്തോളൂ. നല്ലപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് അരിപ്പ പാത്രത്തിൽ എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് ഏകദേശം മട്ടൻ 1 കിലോ ഉണ്ടായിരുന്നു. 1 കിലോയിൽ കുറച്ചുകൂടി മുകളിലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇടിച്ച് വച്ചേക്കുന്നതാണ് കേട്ടോ. ഈ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ അതിൽ വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരുന്നത്. അതിനേക്കാളും ഇരട്ടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുന്നതാണ് ടേസ്റ്റി. പിന്നെ 2 പച്ചമുളക് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. എൻ്റെ കയ്യിൽ കുറച്ച് ഉണങ്ങിയിട്ടുള്ള കറി ലീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ട്. ഞാൻ UAE-യിലാണ്. അപ്പോൾ കറി ലീവ്സിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടിട്ട് മാത്രമാണ് കേട്ടോ ഈ ഉണങ്ങിയത് എടുത്തേക്കുന്നത്. പിന്നെ ഒരു വാള് കശുവണ്ടി എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇടാം. നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട് ചേർക്കുമ്പോൾ നല്ലതായിട്ട് തിക്കായിട്ട് വരും ഗ്രേവി, നല്ലൊരു ടേസ്റ്റും വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കെടുത്ത് മാറ്റി വെച്ചേക്കാം. ഇനി ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. നമുക്ക് സമയം ലാഭിക്കാം, അതുപോലെ തന്നെ പാത്രം കഴുകലും ലാഭിക്കാം. ഒറ്റ പാത്രം എടുക്കുന്നുള്ളൂ. 1 പോട്ട് റെസിപ്പിയാണ്. നന്നായിട്ട് കുക്കർ ചൂടായി വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ഒഴിച്ചു കൊടുത്തേക്കാം, കാരണം ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറി ലീവ്സ് എല്ലാം ചേർത്തിട്ടുണ്ട്. നല്ല പോലെ വഴറ്റി ഒരു ഗോൾഡൻ കളറാവുക. ഒത്തിരി ബ്രൗൺ ആവേണ്ട, ഗോൾഡൻ ആവുക. അപ്പോൾ നല്ല ഒരു സ്മെല്ലും വരും. നന്നായിട്ട് ഇത് മൂത്ത് കിട്ടിയാൽ മാത്രമാണ് സവാള ഇടുമ്പോൾ സവാളയും പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടുള്ളൂ. സവാള വഴറ്റി കിട്ടിയിട്ടാണ് പൊടി ചേർക്കേണ്ടത്. പൊടി ചേർക്കുമ്പോൾ അതും നന്നായിട്ട് മൂത്ത് കിട്ടണമെങ്കിൽ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നല്ല പോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ ആയപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക. ഇതേപോലെ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു പുളിരസത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. തക്കാളിയുടെ തൊലി മാത്രമായിട്ട് വരുന്നവരെ അലിഞ്ഞ് വരുന്ന പോലെ ഇതേപോലെ ഇളക്കി അങ്ങ് എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ തക്കാളി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് മറന്നു പോയത് മാത്രമാണ് കേട്ടോ. പിന്നെ മട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് മട്ടൻ്റെ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് കളറിലേക്ക് വരണം. അതുവരെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ കറാഹി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുമല്ലോ, അതേപോലെ തന്നെയാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും. എന്നാൽ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ടേയിരിക്കുക. കുറച്ച് ടൈം എടുത്താൽ എന്താ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തിക്ക് ഗ്രേവിയുള്ള നല്ല കളറുള്ള മട്ടൻ കറി നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ കിടന്ന് മൂത്തിട്ട് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഫുൾ വൈറ്റ് എന്നല്ല, ആ ഒരു റെഡിഷ് കളർ പോയിട്ടുണ്ട്. ആ സമയത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇപ്പോൾ ചേർത്തത്. അത് കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എരിവ് നിങ്ങൾ ബാലൻസ് ചെയ്യുക. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് എരിവ് വേണ്ടത് ഇതിലേക്ക് ഈ ഒരു കുരുമുളക് പൊടിയുടെയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ ഒരു മട്ടൻ കറിക്ക് പച്ചമുളകിൻ്റെ അധികം ടേസ്റ്റ് വേണ്ട, അതാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തത്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം മട്ടൻ മസാലയാണ്. മട്ടൻ മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മതി. ബീഫിൽ ചേർക്കുന്ന പോലെ ഒത്തിരി ഒന്നും ചേർക്കണ്ട. അപ്പോൾ ഇതെല്ലാം ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് ഒരു പിഞ്ച് കറുവപ്പട്ട പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കും. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള കറുവപ്പട്ടയാണ്. അതിൻ്റെ ഓൾറെഡി അതിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കിയ ശേഷം പൊടിച്ചു വയ്ക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു
പൊടിയും കൂടി നല്ല പോലെ മൂത്ത് കിട്ടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മറിച്ചും തിരിച്ചും ആ ഒരു മട്ടനിൽ മുഴുവനായിട്ടും ഈ ഒരു മസാല പിടിക്കുകയും വേണം, മസാല മൂക്കുകയും ചെയ്യണം. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ വെക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം റെഡിയാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അതിനുശേഷം ഇപ്പം തന്നെ കണ്ടോ ഗ്രേവി ഇങ്ങനെ തിക്കായി വരുന്നുണ്ട്, മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം. മട്ടനൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ഒരു 4 വിസിലടിച്ചാൽ മതി. പക്ഷേ ഞാനൊരു 6 വിസിലടിപ്പിക്കാറുണ്ട്, 6-7 വിസിലടിപ്പിക്കാറുണ്ട്. കാരണം നല്ല പോലെ അപ്പോൾ ദശ ഇങ്ങനെ വെന്ത് വരും, നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അത് മാത്രമല്ല ഈ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു അതിൻ്റെ മജ്ജ ഉണ്ടല്ലോ, അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മുട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ 6 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ ഇതിലേക്ക് ചേർക്കുവാണ്. നന്നായിട്ട് കണ്ടോ അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഈ ജാറ് കഴുകിയിട്ട് അതിലെ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. കാരണം നല്ല തിക്കായിട്ടിരിക്കുവാണ്, കണ്ടോ പാല് പോലെ ഉണ്ട്. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. കാരണം ഈ ഒരു കാഷ്യൂൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആറിയപ്പോൾ തന്നെ കാണാം, കണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കളറാണ്, കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ മീറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു എല്ലിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിത് കഴിക്കുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം, മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നാളെ 5 മണിക്ക്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നാളെ കാണാം ഫ്രണ്ട്സ്. ബൈ.